പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് ബിസിനസ് അറബിക്കിലെ ഒന്നാമത്തെ ബ്ലോക്കാണ്. അതിൽ കറസ്പോണ്ടൻസ് ഇൻ അറബിക്കിലെ കത്തിടപാടുകൾ എന്ന ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ് 1 അസാസിയാത്തു കിതാബത്ത് റസായിൽ, കത്തുകൾ എഴുതുന്നതിനുള്ള അടിസ്ഥാന കാര്യങ്ങൾ. ലേണിംഗ് ഔട്ട്കംസ് യസ്തതിഉ താലിബു ഖിലാല ദിറാസത ഹാദിൽ വാഹിദ. ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹ്സുല അല മഅരിഫത്തിൻ കാമിലത്തിൻ ബി ഖവാഇദിൽ കിതാബി റസായിൽ, കത്തുകൾ എഴുതുന്നതിനുള്ള നിയമങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അറിവ്. അത്തഅറുഫ് അല അൻവാഇ റിസാല, കത്തുകളുടെ തരങ്ങൾ തിരിച്ചറിയാൻ. അത്തഅറുഫ് അലൽ അൽഖാബിൽ മുസ്തഖ്ദിമത്തി ഫി കിതാബത്തി റസായിൽ, കത്തുകൾ എഴുതുന്നതിൽ ഉപയോഗിക്കുന്ന അഭിസംബോധനകൾ തിരിച്ചറിയാൻ. അയ്യതഅറഫ് അലൽ മുഖബ്ബിലാത്തിൽ ഇൻജിലിസിയ ലിൽ കലിമത്തിൽ അറബിയ അല്ലത്തി വറദത് ഫി ഹാദിഹിൽ വഹദ, ഈ യൂണിറ്റിൽ പരാമർശിച്ചിട്ടുള്ള അറബി വാക്കുകളുടെ ഇംഗ്ലീഷ് പദങ്ങൾ തിരിച്ചറിയാൻ. ആയിഷ ത്വാലിബത്തിൻ തദർസു ഫി കുല്ലിയത്തിൻ ഹുക്കൂമിയ, സർക്കാർ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ആയിഷ. സയുഅഖദു ഫിൽ ഉസ്ബുഇൽ ഖാദിം ഹഫ്ലു സവാജിൻ ഉഖ്തുഹ അൽ കബീറ, അടുത്തയാഴ്ച അവളുടെ മൂത്ത സഹോദരിയുടെ വിവാഹമാണ്. തുരീദു ആയിഷത്തു ഇജാസത്തുൽ യൗമൈനി ബിമുനാസബത്തിൽ ഹഫിൽ, സഹോദരിയുടെ വിവാഹത്തിനായി 2 ദിവസത്തെ അവധിക്ക് ആയിഷ ആഗ്രഹിക്കുന്നു. ത്വലബ മിൻഹൽ ഉസ്താദു ലി തഖദീമി ത്വലബിൽ ഇജാസ, അവധിക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ അധ്യാപകൻ അവളോട് ആവശ്യപ്പെട്ടു. തുരീദു ആയിഷ അൻ തദ്ഉ സദീഖഹ അൽ ഹമീമ താഹിറ അല്ലത്തി തഈഷു ഹാലിയ ഫിൽ ഖലീജി ലി മുശാരക്കത്തിൽ ഹഫ്ലി സിവാജ്, ഗൾഫിൽ താമസിക്കുന്ന അവളുടെ ഉറ്റ സുഹൃത്ത് താഹിറയെ ക്ഷണിക്കാനും ആയിഷ ആഗ്രഹിക്കുന്നു. ഫി കിൽത്തൽ ഹാലത്തൈനി അലിഹ അൻ തക്തബ റസായില, 2 സാഹചര്യങ്ങൾ അവൾക്ക് കത്ത് എഴുതണം. ഹൽ തളന്നു അന്ന റസായിലൈനി കിൽത്തൈഹിമ സതകുനാനി ഫി ഉസ്ലൂബിൻ വാഹിദ്, 2 കത്തുകളും ഒരേ ശൈലിയിലായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവലൻ ഹുമ തക്തുബു ഫി ഉസ്ലൂബി റസ്മി വൽ ഉഖ്റ ഫി ഉസ്ലൂബി ഗൈർ റസ്മി, ഒന്ന് ഔദ്യോഗിക ശൈലിയിലും മറ്റൊന്ന് അനൗദ്യോഗിക ശൈലിയിലുമായിരിക്കും. അലൈസ കദാലിക, കാര്യം അങ്ങനെയല്ലേ? ഇദൻ മാഹിയൽ ഉമൂറുല്ലത്തി ലാ ബുദ്ദ അൻ നുലാഹിലഹ ഇൻദ കിതാബത്തി റസായിൽ, അപ്പോൾ കത്തുകൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദഅനാ നുനാഖിഷ്, നമുക്ക് ചർച്ച ചെയ്യാം. കീ കൺസെപ്റ്റ്സ്, പ്രധാന ആശയങ്ങൾ. ഖവാഇദു കിതാബത്ത് റസായിൽ, കത്തെഴുതുന്നതിനുള്ള നിയമങ്ങൾ, കത്തുകളുടെ തരങ്ങൾ. അൻവാഉ റസായിൽ, ഖവാഇദു കിതാബത്ത് റസായിൽ, കത്തുകൾ എഴുതുന്നതിനുള്ള നിയമങ്ങൾ. അൻവാഉ റസായിൽ, കത്തുകളുടെ ഇനങ്ങൾ, കത്തുകളുടെ തരങ്ങൾ. അൽഖാബുല്ലത്തി തഖ്തസ്സു ബിൽ മുനാഖിബിൽ മുഖ്തലിഫ, വിവിധ പദവികൾക്കനുസരിച്ചുള്ള അഭിസംബോധനകൾ. അൽ മുഖാബിലാത്തുൽ ഇൻജിലിസിയ ലിൽ കലിമത്തിൽ അറബിയ, അറബി വാക്കുകളുടെ ഇംഗ്ലീഷ് പദങ്ങൾ. ഫി ഖവാഇദി കിതാബത്ത് റസായിൽ, കത്ത് എഴുതുന്നതിനുള്ള നിയമങ്ങൾ. യജിബു അൻ തകൂന റസായിലു മുത്തസിഫത്തുൻ ബിൽ അനാസിരി വസിമാത്തി താലിയത്തി ഹത്താ തസ്ബിഹ തതവാസലുൽ മുർസലു ഇലൈഹി വതഅസിറു ഫി നഫ്സിഹി വതുഅദ്ദി ഇലാ നതായിജ് ഇൻജിലിസിയ ഫയജിബ്. കത്തുകൾ എഴുതുമ്പോൾ അവയിൽ ചില ഘടകങ്ങളും പ്രത്യേകതകളും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ അയക്കുന്ന ആളിൻ്റെ ആശയം വ്യക്തമായി കൈമാറാനാവൂ. അത് സ്വീകരിക്കുന്ന ആളിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ഫലപ്രദമാവുകയും ചെയ്യും. അതായത് 1 അന്തക്കൂന റസായിലു ബിലുഗത്തിൻ സഹിലത്തിൻ മഫ്ഹൂമത്തിൻ, കത്ത് വ്യക്തമായും ലളിതമായും എളുപ്പം മനസ്സിലാവുന്നതുമായിരിക്കണം.
يجب ألا يستخدم الكاتب ألفاظا عربية وعبارة مبهمة في الرسائل لأنها تتغير نفوس القراء وتمنعهم من قراءة الرسائل. എഴുതുന്നവർ അപരിചിതമായ വാക്കുകൾ ബുദ്ധിമുട്ടുള്ള വാചകങ്ങളും ഒഴിവാക്കണം. കാരണം അവ തൻ്റെ വായനക്കാരനെ തടസ്സപ്പെടുത്തുകയും കത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. രണ്ടാമത്തേത് വഅൻ തകുന റസായിലു ഖസീറത്തൻ വ മൂജിസത്തൻ ബിദൂനി സഖ്റഫത്തിൻ. കത്ത് ചുരുക്കമായും സാരമായും അലങ്കാരങ്ങൾ ഇല്ലാതെയും ആയിരിക്കണം. لأن المقصود من كتابة الرسائل أن يفيد المرسل إليه ما أراده الكاتب من أخبار والمعلومات، ولهذا ينبغي للكاتب أن يقتصر كلمة على متون الرسائل المطلوبة، لأن الأطناب في الرسائل دون الحاجة يجعلها مانعة من قراءتها. കാരണം കത്തിൻ്റെ ഉദ്ദേശം എഴുതുന്നവൻ്റെ ആശയം സ്വീകരിക്കുന്നവന് വ്യക്തമാക്കുക തന്നെയാണ്. അതിനാൽ അനാവശ്യമായ വാക്കുകളും കാര്യങ്ങളും ഒഴിവാക്കി ആവശ്യമായത് മാത്രം എഴുതണം. അത് വായിക്കാൻ മനോഹരവും സുഖകരവുമാകുന്നു. മൂന്നാമത്തെ വഅൻ തകുന റസായിലു ബിഖത്തിൻ വാദിഹിൻ ബിതർതീബിൻ ഹസനിൻ.